ഹായ് ഓൾ. അപ്പോൾ എല്ലാവരോടും ആദ്യമേ തന്നെ ഒരു സോറി പറയുകയാണ്. കാരണം ഇന്നലെ ഞാൻ, അതായത് ഡിസംബർ 1 ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസംബർ 1 എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഏകാദശിയുടെ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു ഗീവ് അവേ ചെയ്യുന്നു എന്നുള്ളത്. വീഡിയോ ചെയ്യുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ മണ്ടത്തരങ്ങൾ പറ്റാറുണ്ട്. ഇന്നലെയും അതുപോലെ കുറച്ച് അബദ്ധങ്ങൾ കുറച്ചധികം മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി വേണ്ട, എന്തായാലും ആ വീഡിയോ റിമൂവ് ചെയ്യാം, എന്നിട്ട് വേറൊരെണ്ണം ചെയ്യാം. ആൾക്കാർക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കുന്ന രീതിയിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അതാണ് വീഡിയോ റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഗീവ് അവേയുടെ വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഗീവ് അവേ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഏകദേശം 12K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. യൂട്യൂബിൽ 12K സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചധികം നാളായിട്ടോ 12K സബ്സ്ക്രൈബേഴ്സായിട്ട് ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ വ്യതിചലിക്കാണ്ട് ആ ഒരു നിൽപ്പിൽ നിൽക്കണം. അപ്പോൾ എന്തു തന്നെ ആയാലും നിങ്ങൾ ഓരോരുത്തരും എന്നെ ഫോളോ ചെയ്തതുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ടുമാണ് ഇന്ന് യൂട്യൂബിലും ഇൻസ്റ്റയിലും എനിക്ക് 12K സബ്സ്ക്രൈബേഴ്സായിട്ട് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ മുന്നേ എനിക്ക് 1-2 പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, PM ചെയ്തിട്ടുണ്ടായിരുന്നു, കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ, ചേച്ചി ഗീവ് അവേ ചെയ്തുകൂടെ എന്ന്. അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും യൂട്യൂബിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നില്ല, 12K സബ്സ്ക്രൈബേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ എന്താ പറയുക, ഗീവ് അവേ ചെയ്യാനുള്ള ആളായോ, അല്ലെങ്കിൽ അത്രയും വളർന്നിട്ടില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടിടത്തും ഈക്വലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി വെച്ച് താമസിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. നമുക്കൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യാം. ഗീവ് അവേ നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ആയിരിക്കണം. എനിക്ക് സ്പെഷ്യൽ ഡേ ആയിട്ട് വരുന്നത് എൻ്റെ മക്കളുടെ പിറന്നാൾ, അങ്ങനെയുള്ള വിശേഷങ്ങളാണ്. അപ്പം അതിൽ എൻ്റെ കണ്ണൻ്റെ പിറന്നാൾ വരുന്നത്. അപ്പോൾ എൻ്റെ കണ്ണൻ്റെ പിറന്നാൾ വരുന്നത് ജനുവരി 14, അതായത് മകരം 1, മകരവിളക്കിനാണ് അവൻ ജനിച്ചത്. അപ്പോൾ ആ ഒരു ദിവസം തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം വിന്നേഴ്സിനെ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഞാൻ ഏത് തരം വീഡിയോസ് ഇടുന്നതാണ് നിങ്ങൾക്കിഷ്ടം, അത് ഞാൻ ഡാൻസ് റിലേറ്റഡ് വീഡിയോസ് ഇടാറുണ്ട്, പിന്നെ ബ്യൂട്ടി ടിപ്സ് ഇടാറുണ്ട്, പിന്നെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഏത് തരം വീഡിയോസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അത് പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വളരാൻ സാധിക്കുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മിസ്റ്റേക്സ് ആണല്ലോ അവർ പറഞ്ഞു തരുന്നത് ആരായാലും. അപ്പോൾ നെഗറ്റീവും പോന്നോട്ടെ, എന്നാലേ വളരാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോയ്ക്ക് ലൈക്കും കൂടെ ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ വിന്നേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ജനുവരി 14, അതായത് മകരമാസം 1. എൻ്റെ മോൻ തന്നെയായിരിക്കും വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.